നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗസയിൽ ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണം തുടരുന്നതിനിടയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ബ്രിട്ടൻ ഉൾപ്പെടെ വൻ ശക്തികൾ രംഗത്ത് വന്നു. യുദ്ധത്തിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതിനും തടവുകാരെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പ്രദർശിപ്പിച്ചതിനും ഇസ്രായേലിനോട് വിശദീകരണം തേടിയതായി അമേരിക്ക. 7 സൈനികരെ ഇന്നലെ ഹമാസ് വധിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന അറിയിച്ചു. UN പൊതുസഭ ഇന്ന് വിഷയം ചർച്ച ചെയ്യും. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ നാളെ ഇസ്രായേലിലെത്തും. ഗസയിൽ ഇസ്രായേലിന്റെ കൊടുംക്രൂരതകൾ തുടരുകയാണ്. സിവിലിയൻ മരണം 18,000-ഉം പരിക്കേറ്റവരുടെ എണ്ണം 1,00,000-ഉം കടക്കുകയും ചെയ്തിട്ടും കുലുക്കമില്ലാതെ ഗസയിലുടനീളം ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഖാൻ യൂനിസ്, ജബാലിയ, ഷുജാഇയ ഉൾപ്പെടെയുള്ള ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്നലെ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഓഫീസർമാർ ഉൾപ്പെടെ 7 സൈനികരെ ഹമാസ് വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. ഇന്നലെ മാത്രം പരിക്കേറ്റ 27 സൈനികരെ എത്തിച്ചതായി ഇസ്രായേലിലെ സൊറാക്ക ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി. ഇവരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. രഹസ്യാന്വേഷണ നീക്കത്തിലൂടെ ഹമാസ് നേതാക്കളിലേക്ക് എത്തിച്ചേരുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഗസയിൽ തുടരുന്ന കൊടുംക്രൂരതകൾക്കെതിരെ ലോകവ്യാപക സമ്മർദ്ദം ശക്തമായതോടെ ഇസ്രായേലും അമേരിക്കയും കൂടുതൽ ഒറ്റപ്പെട്ടു. ബ്രിട്ടനും ജർമ്മനിയും നിലപാട് കൂടുതൽ കടുപ്പിച്ചു. ഗസയിൽ തുടരുന്ന ബോംബിംഗ് പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും ഗുരുതര മാനുഷിക ദുരന്തത്തിനാണ് ലോകം സാക്ഷിയാകുന്നതെന്നും ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി അറിയിച്ചു. സ്ഥിതിഗതികൾ കൈവിട്ടു പോകാതിരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ജർമ്മൻ ചാൻസലർ അറിയിച്ചു. തങ്ങളുടെ ചെലവിൽ ഗസയിൽ നിന്ന് പാലസ്തീനികളെ പുറന്തള്ളാൻ നോക്കേണ്ടതില്ലെന്നാണ് ജോർദാന്റെ നിലപാട്. ലെബനാനിലും ഗസയുടെ ചില ഭാഗങ്ങളിലും ഇസ്രായേൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയ പെന്റഗൺ യുദ്ധവേളയിൽ തങ്ങൾ ഇത് ഇസ്രായേലിന് കൈമാറിയിട്ടില്ലെന്നും അറിയിച്ചു. പാലസ്തീൻ തടവുകാരെ അടിവസ്ത്രം ധരിപ്പിച്ച് ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിന് ഇസ്രായേലിനോട് വിശദീകരണം ചോദിച്ചതായും അമേരിക്ക അറിയിച്ചു. UN പൊതുസഭ ഇന്ന് ഗസ വിഷയം ചർച്ച ചെയ്യും. എന്നാൽ വെടിനിർത്തൽ സംബന്ധിച്ച് നിർണായക തീരുമാനത്തിന് സാധ്യത കുറവാണ്. മധ്യസ്ഥ രാജ്യമായ ഖത്തറിന്റെ ബന്ധുക്കളുടെ കൈമാറ്റം സംബന്ധിച്ച് പുതിയ നിർദ്ദേശം കേൾക്കാൻ ഇസ്രായേൽ സന്നദ്ധത അറിയിച്ചതായി ഇസ്രായേലി ചാനൽ 12 അറിയിച്ചു. വെസ്റ്റ് ബാങ്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീൻ വംശജർക്കെതിരെ കുടിയേറ്റക്കാരുടെ അഴിഞ്ഞാട്ടം തുടരുകയാണ്. അതേസമയം ഗസയിൽ നരനായാട്ട് തുടരുമ്പോഴും ഇസ്രായേലിനുള്ള പിന്തുണ ആവർത്തിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. സ്വതന്ത്ര ജൂതരാഷ്ട്രമായി നിലകൊള്ളാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ US എന്നും പിന്തുണയ്ക്കുന്നുവെന്ന് ബൈഡൻ വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കഴിഞ്ഞ വർഷങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഹമാസിനെ തുടച്ചു നീക്കുവാനുള്ള പോരാട്ടത്തിൽ എല്ലാവിധ സൈനിക സഹായവും നൽകും. പക്ഷേ ഞങ്ങളും അവരും അതീവ ശ്രദ്ധയോടെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ലോകത്തിന്റെ പൊതു അഭിപ്രായം മാറിയേക്കാം. അങ്ങനെ സംഭവിക്കാൻ നമ്മൾ അനുവദിക്കരുതെന്ന് ബൈഡൻ പറഞ്ഞു. ഗസയിൽ വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായിട്ടും ഇടപെടാത്ത USന്റെ നിലപാട് വ്യാപകമായി വിമർശിക്കപ്പെടവെയാണ് ഇസ്രായേലിനെ പിന്തുണച്ച് വീണ്ടും ബൈഡന്റെ പ്രസ്താവന. വെടിനിർത്തലിനായി ഐക്യരാഷ്ട്ര സമിതിയിൽ കൊണ്ടുവരുന്ന പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്തത് റദ്ദാക്കുകയാണ്. ഗസയിൽ അടിയന്തരമായി വെടിനിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ചൊവ്വാഴ്ച വോട്ടിനിട്ടേക്കും. UN ചാർട്ടറിലെ 99-ാം അനുച്ഛേദ പ്രകാരം സെക്രട്ടറി ജനറൽ വിളിച്ചു ചേർത്ത അടിയന്തര രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വെള്ളിയാഴ്ച അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. 15-അംഗ രക്ഷാസമിതിയിൽ അമേരിക്ക വീറ്റോ ചെയ്യുകയും ബ്രിട്ടൻ വിട്ടുനിൽക്കുകയും ചെയ്തപ്പോൾ ബാക്കി 13 രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് 193 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന UN പൊതുസഭയിൽ വോട്ടിനെടുത്തത്. വെടിനിർത്തലും ബന്ദികളുടെ കൈമാറ്റവും ആവശ്യപ്പെട്ട് ഒക്ടോബറിൽ അവതരിപ്പിച്ച പ്രമേയത്തെ 121 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ 14 രാജ്യങ്ങൾ എതിർത്തു. 44 രാജ്യങ്ങൾ വിട്ടുനിന്നു. അതേസമയം തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയാലുടനെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അറിയിച്ചു. വടക്കൻ ഗാസയിലെ ഹമാസിന്റെ ജബലിയ, ഷജയ്യ ബറ്റാലിയനുകൾ അതിന്റെ പൂർണ്ണ തകർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയാൽ ഉടൻ അവസാനിക്കും. അത് വൈകാതെ സംഭവിക്കുമെന്ന് ഗാലന്റ് പറയുന്നു. ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രങ്ങളായ ജബലിയയിലും ഷജയിലും ഇസ്രായേൽ സൈന്യം വളഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ 100 കണക്കിന് ഹമാസ് ഭീകരരാണ് ഇസ്രായേൽ സൈനികർക്ക് മുന്നിൽ കീഴടങ്ങിയത്. ഹമാസിന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിന് വ്യക്തമായ തെളിവാണ് ഇത്. അജയ്യരാണെന്നാണ് അവർ സ്വയം കരുതിയിരുന്നത്. തങ്ങളോട് വർഷങ്ങൾ നീളുന്ന യുദ്ധം നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഇവർ ഇന്ന് പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കീഴടങ്ങുന്നവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്നില്ല എന്ന് തങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഹമാസിലെ ഏതൊരു വ്യക്തിയുടെയും സ്ഥിതി ഇതുതന്നെയായിരിക്കും. അതിന് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളായാലും മുതിർന്ന കമാൻഡറായാലും അവരെ കീഴടക്കുകയോ വധിക്കുകയോ ചെയ്യുമെന്നും ഗാലന്റ് പറയുന്നു. ഗാസ മുനമ്പിൽ നിന്ന് കഴിഞ്ഞ മാസം 500ഓളം ഹമാസ് ഭീകരരെ അറസ്റ്റ് ചെയ്തുവെന്നും ബന്ദികളായ എല്ലാവരെയും മോചിപ്പിക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും ശക്തമാക്കുന്നുവെന്നും ഗാലന്റ് പറയുന്നു. അതേസമയം തെക്കൻ ഗസയിൽ ഹമാസുമായി നടന്ന ഏറ്റുമുട്ടലിൽ 3 ഇസ്രായേലി അധിനിവേശ സൈനികർ കൂടി കൊല്ലപ്പെട്ടു. തെക്കൻ ഇസ്രായേലിൽ സൈനിക വാഹന അപകടത്തിൽപ്പെട്ട് മറ്റൊരു സൈനികനും കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന അറിയിച്ചു. നോർത്തേൺ കമാൻഡിന്റെ 36-ാം ഡിവിഷണൽ മേജർ ഗാൽ ബെച്ചറാണ് തെക്കൻ ഇസ്രായേലിൽ സൈനിക വാഹനങ്ങൾ കൂട്ടിയിടിച്ചു മരിച്ചത്. ഇതോടെ ഒക്ടോബർ അവസാനം ഗസയിൽ ആരംഭിച്ച ഇസ്രായേൽ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 102 ആയതായി ഇസ്രായേൽ സേന അറിയിച്ചു.
ഒക്ടോബർ 7 ഗസ യുദ്ധം ആരംഭിച്ച ശേഷം ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഇതുവരെ 5000-ലേറെ സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിൽ 2000-ലേറെ പേർ പൂർണ്ണ വികലാംഗരായതായും പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇസ്രായേലിലെ ആശുപത്രികളിൽ 5000-ലധികം പരിക്കേറ്റ സൈനികരെ പ്രവേശിപ്പിച്ചതായും ഇവരിൽ 2000-ലധികം പേരെ വികലാംഗരായി പ്രതിരോധ മന്ത്രാലയം അംഗീകരിച്ചതായും പ്രതിരോധ മന്ത്രാലയം പുനരധിവാസ വകുപ്പ് മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായ ലിമോർ ലൂറിയ പറഞ്ഞു. ഇതുപോലൊരു അനുഭവം മുമ്പൊരിക്കലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. മുറിവേറ്റവരിൽ 58%-ലധികം പേർക്കും കൈകാലുകൾക്ക് ഗുരുതര പരിക്കുണ്ട്. പലരുടെയും കൈകാലുകൾ ഛേദിക്കപ്പെട്ടു. ഏകദേശം 12% പേർക്കും പ്ലീഹ, വൃക്ക തുടങ്ങിയ ആന്തരിക അവയവങ്ങൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം 7% പേർ മാനസിക ക്ലേശം അനുഭവിക്കുന്നു. ഇത്തരക്കാരുടെ എണ്ണം കുത്തിനെ ഉയരുമെന്നാണ് കണക്കാക്കുന്നതെന്ന് ലിമോർ ലൂറിയ വ്യക്തമാക്കി. നന്ദി, നമസ്കാരം.